ഹലോ കുട്ടീസ്, അപ്പോൾ ഇന്ന് മുതുവിലാക്കാട് അമ്പലത്തിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാണ്ട് പോകാനുണ്ട്. അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പുറത്ത് എല്ലാവരും വിളിച്ചത് ചോറ് കഴിക്കാൻ പോകാനുണ്ട്. ഇതാണ്ട് ഈ ഒരു മുതലിനെ അറിയാവുന്നൊരു ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഞാനാണെങ്കിൽ കൊടിയേറ്റ് സദ്യ പോലും കഴിക്കാണ്ട് പോയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നാണ് പോകുന്നത്. സദ്യയെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പൊന്നിനല്ലേ ഒരു രക്ഷയില്ലായിരുന്നു. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. എനിക്കിനി കഴിക്കാണ്ടിരുന്ന് കഴിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഫീലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കൈയിട്ട് വലിയ കഴിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഗോതമ്പിൻ്റെ ഒന്നും ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പായസം ഉണ്ടായിരുന്നില്ല, അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല രീതിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊടിയേറ്റ് സദ്യ ഒന്നും കഴിക്കാണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും കഴിക്കാൻ പോകാൻ പറ്റിയില്ലായിരുന്നു. പായസം കുടിച്ചിട്ട് ചെടുപ്പ് മാറാനായിട്ട് ഒരു പീസ് അച്ചാറോട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ രാത്രി പരിപാടിയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. തിന്ന ക്ഷീണം ഉറങ്ങിയാൽ തീരുമെന്നാണ് പണ്ടത്തെ പഴമക്കാർ പറയുന്നത്. ഇത് നമ്മുടെ ചൂച്ചാട്ടി മത്സലാമ്മയാണ് കേട്ടോ. ഇവരാണെങ്കിൽ ചോറ് കഴിക്കാണ്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സർപ്പക്കാവാണ്. ഇവര് പറയുന്നു എനിക്കൊരു ബോധവും ഇല്ല, വണ്ടി വരുന്നു. ഇപ്പൊ ആ വണ്ടി പോയിപ്പിന്നെ ഇരിക്കണല്ലേ, ഒരു ബോധവും പൊക്കണമൊന്നും ഇല്ലെന്നാണ് ഗൈസ് ഇവരൊക്കെ ഈ പറയുന്നത്. അപ്പം ഇവർക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര താല്പര്യമാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് ഗൈസ്. ഒരു ഹായ് പറഞ്ഞോ. ഇവര് പറയുവാണ് ഞാനൊരു സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇവരുടെ കാറ്റ് തീരുന്നു. അപ്പോൾ എന്തോ ഇവർ മുതു കളവികളായിട്ട് ഞാൻ വളരെ തുറന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ആലോചിച്ചോണം ഗൈസ്, 40 വയസ്സായി. പിന്നെ ആണെങ്കിൽ എന്നെ ഇടുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുണ്ട്. എനിക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ബോഡിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരും പറഞ്ഞിട്ടാട്ടോ എന്നെ ഇരുന്ന് കളിയാക്കുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മൾ നാട്ടിൻ പുറത്തുകാർ ഇങ്ങനെയൊക്കെ പോകുന്നത് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ.